നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടാനി റോസ് ബെന്നി. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം നടന്നു. ബ്രദർ മൈക്കിളിന് യാത്രയയപ്പ് നൽകി മുണ്ടത്തിക്കോട് ഇടവക. തിരുബാലസഖ്യ സംഘടന പതാക ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം നടന്നു. പ്രതിനിധി യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ. ഈ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ചയിലെ പരിഹാര പ്രദക്ഷിണം പതിവ് പോലെ നിർവൃതി മഠത്തിൽ നിന്ന് ആരംഭിച്ച് മുണ്ടത്തിക്കോട് സെൻറ്റർ വഴി പള്ളിയിൽ വന്ന് അവസാനിപ്പിക്കുന്നു. നവീകരിച്ച ഗോൾഡൻ ജൂബിലി സ്മാരക മതബോധന ഹാളിൻ്റെ ഉൾഭാഗം കൂടി സീലിംഗ് ചെയ്യുന്നതിന് തീരുമാനമായി. ഇടവകയുടെ സാമ്പത്തികത്തിനനുസരിച്ച് സീലിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. പുതിയ നടത്തുകൈക്കാരനായി ശ്രീ ജെയ്സൺ കണ്ണനായ്ക്കൽ ചാർജ് എടുത്തു. സുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ശ്രീ ഫെർഡിൻ മേലിട്ട് പാലത്തിങ്കലിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ. ബ്രദർ മൈക്കിളിന് യാത്രയയപ്പ് നൽകി മുണ്ടത്തിക്കോട് ഇടവക. ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇടവകയിലേക്ക് ഈ വർഷത്തെ പാസ്റ്റർ മിനിസ്റ്ററായിട്ട് ക്ഷണിച്ച കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മുടെ ഇടവകയിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ബ്രദർ മൈക്കിളിനും ACC പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇടവക അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. റവറൽ ഫാദർ അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിൽ കൈക്കാരൻ ശ്രീ ജെയ്സൺ കണ്ണനായ്ക്കൽ, പ്രതിനിധി യോഗം സെക്രട്ടറിയും PTA പ്രസിഡന്റുമായ ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ, കാറ്റീസം പ്രിൻസിപ്പൽ ശ്രീ വേറോനിക്ക ടീച്ചർ, കേന്ദ്രസമിതി കൺവീനർ ശ്രീ ജോയ് ചെറുവത്തൂർ, സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ പ്രണവ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ ഒരു വർഷക്കാലം ബ്രദർ മൈക്കിൾ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും യോഗത്തിൽ നന്ദിയും ആശംസകളും അറിയിച്ചു. അതോടൊപ്പം തന്നെ ACC പഠനം പൂർത്തീകരിച്ച ജോമോൻ ജോസ്, നിൻസി സൈമൺ, ജോമോൾ ജോഷി എന്നിവർക്കും ഇടവകയുടെ എല്ലാ ആശംസകളും നേർന്നു. ബ്രദർ മൈക്കിളിന് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. തിരുബാലസഖ്യ സംഘടന പതാക ദിനം ആചരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുബാലസഖ്യ സംഘടന പതാക ദിനം നടത്തി. തിരുബാലസഖ്യം ആനിമേറ്റർ സിസ്റ്റർ പ്രണവ CSC കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, ബ്രദർ മൈക്കിൾ എന്നിവർ സന്നിഹിതരായിരുന്നു. അറിയിപ്പുകൾ. ഫെബ്രുവരി 23-ന് ദർശന സഭയുടെ നേതൃത്വത്തിൽ ബിരിയാണി മേള ഉണ്ടായിരിക്കും. 2, 4, 6, 8 ക്ലാസുകൾക്ക് ഈ ആഴ്ച കാറ്റീസം എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസത്തെ മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം ഫെബ്രുവരി 28-ന്. ധ്യാനം നയിക്കുന്നത് റവറൽ സിസ്റ്റർ അമൽ CSN ആയിരിക്കും. വൈകിട്ട് 5:30-ന് ജപമാല, 6-ന് വിശുദ്ധ കുർബാന, 6:45 മുതൽ 9 വരെ ധ്യാനം, ആരാധന. ധ്യാനത്തിന് ശേഷം നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. വിതരണ നേതൃത്വം ഇൻഫന്റ് ജീസസ് യൂണിറ്റ്. എല്ലാ ഇടവക ജനങ്ങളും ധ്യാനത്തിലും തുടർന്നുള്ള ആരാധനയിലും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. നവോമി കൂട്ടായ്മ അംഗങ്ങൾ മാർച്ച് 25-ന് ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള 7 പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. സീറ്റ് 1-ന് 500 രൂപ. താല്പര്യമുള്ളവർ എത്രയും വേഗം നവോമി ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുക്കുടുംബം യൂണിറ്റ്, വായനകൾ സെന്റ് മേരീസ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.